കറുത്ത കഅബ. ബിലാൽ ഇബ്നു റബാഹ് എന്ന കറുത്ത മനുഷ്യൻ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ബാങ്ക് വിളിച്ചത് കഅബക്ക് മുകളിൽ കയറി നിന്നാണ്. കറുത്ത കഅബയുടെ ചുമരിന്റെ ഇടത്തെ അരികിലായി പ്രവാചകൻ സ്ഥാപിച്ച കറുത്ത മുത്തായ ഹജറുൽ അസ്വദ്. മക്ക കറുപ്പിന് അഴകേറുന്ന നാടാണ്. നിറവർണ്ണ ജാതി ദേശഭാഷാഭേദമന്യേ ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യർക്കും ഒന്നറിയാം. അവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ പോകുന്ന നാഥൻ നോക്കുന്നത് ഹൃദയത്തിനകത്തെ വൃത്തിയിലേക്കാണെന്നത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതായിരിക്കുമെന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ ഞൊടിയിടയിൽ ജനലക്ഷങ്ങൾ കയറി ഇറങ്ങിയിട്ടും വൃത്തിയോടെ നിൽക്കുന്ന ഏക നഗരം ഏതായിരിക്കുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. ആ നാടിൻ്റെ കഥയാണ് ഇനി. മക്ക മദീന ഹറം. റമദാനാണ്. ഹറമിൽ ഹജ്ജിനേക്കാൾ കൂടുതൽ പേർ ഒരുമിച്ചെത്തുന്ന സമയം. ഹജ്ജിന്റെ സമയത്ത് എല്ലാ വിശ്വാസികളും ഒരേ സമയം ഹറമിലേക്ക് എത്താറില്ല. പല കർമ്മങ്ങളിലൂടെ കടന്നു വന്നാണ് ഘട്ടം ഘട്ടമായി ഓരോരുത്തരും ഹറമിലേക്ക് എത്തുക. പക്ഷേ റമദാനിൽ അങ്ങനെയല്ല. എല്ലാ വിശ്വാസികളും ഒരേ സമയം തന്നെ നേരിട്ട് ഹറമിലേക്ക് എത്തുന്ന കാലമാണിത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസമാണ് വിശ്വാസിക്ക് റമദാൻ. വിശുദ്ധിയോടെ നാഥന്റെ മുന്നിലേക്ക് അവൻ തിരിഞ്ഞിരിക്കുന്ന മാസം. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും മനുഷ്യർ പുണ്യമേറെയുള്ള ഈ മാസത്തിൽ ഹറമിലെത്തുന്നു. വിശുദ്ധിയോടെ എത്തുന്നവരെ അതേ വിശുദ്ധിയോടെയാണ് ഹറം സ്വീകരിക്കുന്നത്. എത്രയധികം ആളെത്തിയാലും ഇത്രയും വൃത്തിയിൽ ബാക്കിയാകുന്ന ലോകത്തിലെ ഒരേ ഒരു നാട്. അതിന് പിന്നിലുള്ളത് ആയിരങ്ങളാണ്. ഹറം പരിസരം ഇത്ര വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരാളുകളാണ് ഹറമിലെ ക്ലീനിങ് സ്റ്റാഫുകൾ. ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിനധികം ആളുകൾ, കൃത്യമായി പരിശീലനം ലഭിച്ച ആളുകൾ, വളരെ ചടുലതയോടെയും വളരെ കാര്യക്ഷമമായും ഹാജിമാർക്കോ അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന ആളുകൾക്കോ തവാഫ് ചെയ്യുന്ന ആളുകൾക്കോ പ്രയാസമില്ലാത്ത രീതിയിൽ വളരെ ചടുലമായ രീതിയിൽ അത് വൃത്തിയായി സൂക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതത്തോടെ കാണേണ്ട വിഷയമാണ്. നോമ്പുതുറ സമയത്താണ് ഹറമിൽ ലക്ഷങ്ങൾ എത്തുക. നോമ്പുതുറക്കായി മണിക്കൂറുകളുടെ ഒരുക്കമാണ്. പക്ഷേ ബാങ്ക് വിളിച്ചാൽ പിന്നെ മിനിറ്റുകൾക്കകം നമസ്കാരമാണ്. ഇതിനാൽ തന്നെ ഈ സമയം മക്ക മദീന ഹറമിൽ നടക്കുന്ന വൃത്തിയാക്കലിന്റെ കാഴ്ചകൾക്കും അതിവേഗമാണ്. ഇപ്പോൾ റമദാനിലൊക്കെ ഇഫ്താർ നടക്കുകയാണ്. അതുപോലെ നമ്മൾ അത്താഴത്തിന് സമയത്ത് പോലും ആളുകൾ ഭക്ഷണം കഴിക്കട്ടെ. എന്നാൽ പോലും ഹറമിൻ്റെ ഒരു ഏരിയയിലും വൃത്തികേടായിട്ട് കാണുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് ഈ ഹറം ഷെരീഫിലെ ക്ലീനിങ് സ്റ്റാഫ്. ഒരു പക്ഷേ ആയിരക്കണക്കിനധികം ആളുകൾ ഇവിടെ ഏരിയ വൈസ് ഡിവൈസ് ചെയ്തിട്ട് അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പാതിരാവരെ നീളുന്ന നമസ്കാരം. ഇതിനിടയിലെല്ലാം ഞൊടിയിടയിലെത്തി ഹറമിലെ ക്ലീനിംഗ് തൊഴിലാളികൾ പ്രവൃത്തി പൂർത്തിയാക്കി മടങ്ങും. നടക്കുകയും ഇരിക്കുകയും സാഷ്ടാംഗം ചെയ്യുന്ന ഓരോ ഇടങ്ങളും വിശ്വാസിക്ക് വൃത്തിയുള്ളതായിരിക്കണം. അത് നമസ്കാരത്തിനും നിർബന്ധമാണ്. വ്യക്തിശുചിത്വം പോലെ നിർബന്ധമാണ് വിശ്വാസിക്ക് പരിസര ശുചിത്വവും. വൃത്തി ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന ഗുണമാണ്. വ്യക്തികളുടെ വൃത്തിയെക്കുറിച്ച് മാത്രമല്ല, ഒരു നാഗരികതയുടെ തന്നെ വൃത്തിയെക്കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെച്ച ജീവിതത്തിൽ വിശുദ്ധി, വൃത്തി എന്നത് വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വ്യക്തികൾ മാനസികമായി വൃത്തിയാവുക, ശാരീരികമായി വൃത്തിയാവുക, വ്യക്തികൾ മാത്രമല്ല, ഇടങ്ങൾ,
പള്ളികൾ, പൊതുസ്ഥലങ്ങൾ ഇവയെല്ലാം വൃത്തിയോടുകൂടി കൊണ്ടു നടക്കുക, ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. നമസ്കാരത്തിലും ഇത് കാണാം. അണിയണിയായി നിരന്നാണ് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. നമസ്കാരത്തിൽ നടക്കുന്നതാകട്ടെ ആത്മാവിന്റെ ശുചീകരണമാണ്. അത് ലഭിക്കാതെ നമസ്കാരവും പൂർത്തിയാകുന്നില്ല. കരഞ്ഞും നിറഞ്ഞും ആ സംസ്കരണം വിശ്വാസികൾ നടത്തും. നമസ്കാരശേഷം ഹറമിൽ നിന്നും വിശ്വാസികൾ പുറത്ത് കടക്കാൻ ശ്രമിക്കും. ഈ സമയത്ത് സുരക്ഷാ വിഭാഗം ആരും തിങ്ങി നിറഞ്ഞ് പ്രയാസപ്പെടാതെ വഴിയൊരുക്കുന്നത് കാണാം. അച്ചടക്കമുള്ള ജീവിതവും വിശ്വാസിക്ക് ഹറമിലെ പാഠമാണ്. ലക്ഷോപലക്ഷം പേരെത്തുന്ന ഹറമിലെ ശുചീകരണ മുറികളും അതീവ ജാഗ്രതയോടെയാണ് വൃത്തിയാക്കാറുള്ളത്. അണുപ്രസരണ സാധ്യത ഇവിടെയും തടയുന്നു. മക്കയിലും മദീനയിലും സമാനമായ രീതി കാണാം. ഹറമിൽ അന്തരീക്ഷത്തിലെ മലിനീകരണത്തോത് അറിയാനുള്ള സംവിധാനവുമുണ്ട്. ഈർപ്പം നിലനിർത്താനും മെഷീനുകളുണ്ട്. AI ഉൾപ്പെടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മെച്ചപ്പെട്ട അന്തരീക്ഷം ഹറമിലുണ്ടെന്ന് സൗദി ഭരണകൂടം ഉറപ്പാക്കുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള AI സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ പ്രൊഫഷണലായിട്ട് ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏതായിരുന്നാലും നമ്മൾ ഇത്രയും വലിയ ആളുകൾ കൂടുന്ന ഈ ഹറമിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ പ്രൊഫഷണലായിട്ട് എല്ലാ എക്യുപ്മെൻറ്റ്സും, മെഷീനറീസും അതുപോലെ തന്നെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ചിർഹമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വർണ്ണത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഹൃദയത്തെക്കുറിച്ച് ഖുർആനും ഇസ്ലാമും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതും ഇതിനാലാണ്. ജനലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഈ സംഗമ ഭൂമിയിൽ ഇത്രയും ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ അവ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നതിൽ കണിശത കാണിക്കുന്നത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന വൃത്തിയെക്കുറിച്ച ഈ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നിറങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ലെങ്കിലും ഹറമിന്റെ ഭംഗിയെല്ലാം കറുപ്പാണ്. കഅബ അണിഞ്ഞു നിൽക്കുന്നതും കറുപ്പ് തന്നെ. ലോകത്തെ ഏറ്റവും വിശുദ്ധമായ ആ പുണ്യഗേഹത്തിന്റെ ഒരു മൂലയിലുള്ളത് പ്രവാചകൻ സ്ഥാപിച്ച കറുത്ത ഹജറുൽ അസ്വദ് എന്ന മുത്താണ്. ലോകത്തെ ഓരോ വിശ്വാസിയും പ്രവാചകർ ഒരു തവണ ചുംബിച്ചതിനാൽ ഒരിക്കലെങ്കിലും ചുംബിക്കാൻ കൊതിക്കുന്ന കറുത്ത മുത്ത്. ഹജറുൽ അസ്വദിനെ കൃത്യമായ ഇടവേളകളിൽ പരിചരിക്കാൻ എത്തുന്നതാകട്ടെ കറുത്ത നിറമുള്ള മേധാവി. ഇങ്ങനെ കറുപ്പിനാൽ നിറഞ്ഞ് അതിമനോഹരമാണ് ഹറമിലെ കാഴ്ചകൾ ഓരോന്നും. ഇവിടെ നിറങ്ങൾക്ക് സ്ഥാനമില്ല. ഭാഷക്കും ജാതിക്കും ദേശത്തിനും സ്ഥാനമില്ല. സ്ഥാനമുള്ളത് ഉള്ളിനുള്ളിൽ ഓരോ മനുഷ്യനും സൂക്ഷിക്കുന്ന വിശുദ്ധിക്ക് മാത്രമാണ്. ഇതിനാൽ എല്ലാവരും പ്രാർത്ഥനാ സമയത്ത് നിറവർണ്ണ ജാതി ഭാഷാദേശങ്ങളെല്ലാം മറക്കുന്നു. തോളോട് തോൾ ചേർന്ന് ഒരു പൂ പോലെ ദൈവത്തിനു മുന്നിൽ പിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു.